ഹായ് iOS 26.2 അപ്ഡേറ്റ് ഇപ്പം ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല. ഒഫീഷ്യൽ അപ്ഡേറ്റിന് തൊട്ട് മുമ്പ് വരുന്ന RC വെർഷനാണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത്. 2-3 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നതും ഈ ഒരു സെയിം അപ്ഡേറ്റ് തന്നെയായിരിക്കും. iOS 26.1 പോലെ തന്നെ ഒട്ടനവധി ചേഞ്ചുകൾ iOS 26.2ലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ iOS 26.2 അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ചേഞ്ചസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ ബാറ്ററി ലൈഫിനെ പറ്റിയും പെർഫോമൻസിനെ പറ്റിയും ഇനി റെക്ടിഫൈ ചെയ്യാനുള്ള ബഗ്സിനെ പറ്റിയും ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ iOS 26.2ൽ വന്നിട്ടുള്ള കുറച്ച് വിഷ്വൽ ചേഞ്ചസ് നോക്കാം. അതിനുശേഷം ഫീച്ചേഴ്സിലേക്ക് പോകാം. ഒന്നാമത്തെ വിഷ്വൽ ചേഞ്ച് ഇത്തരത്തിലുള്ള ഓൾഡ് ഡിവൈസുകളിൽ, അതായത് നോച്ചുള്ള ഡിവൈസുകളിൽ 16E പോലത്തുള്ള നോച്ചുള്ള ഡിവൈസുകളിൽ മാത്രം ആപ്ലിക്കബിൾ ആകുന്ന ഒരു ചേഞ്ചാണ്. നിങ്ങളൊരു ഡൈനാമിക് ആയിട്ടുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വിസിബിൾ ആകുന്നതല്ല. ഇത്തരം ഫോണുകളിൽ ഈ ഒരു അലേർട്ട് സൈഡർ ഉപയോഗിച്ച് നമുക്ക് സൈലൻറ്റ് മോഡ് ഓൺ ഓഫ് ആകുന്ന ടൈമിൽ ഈ കാണുന്ന രീതിയിൽ ടോപ്പിൽ നോട്ടിഫിക്കേഷൻ ഷോ ചെയ്യുന്നത്, സൈലൻറ്റ് മോഡ് ഓൺ ഓഫ് ആകുന്ന ആ നോട്ടിഫിക്കേഷൻ ഷോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ലിക്വിഡ് ഗ്ലാസിൻ്റെ ഡിസൈനിലേക്ക് ആപ്പിൾ അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. iOS 26.1 വരെയും ഇത് iOS 18 എങ്ങനെ ഷോ ചെയ്യുന്നു ആ രീതിയിൽ തന്നെയാണ് ഷോ ചെയ്യുന്നത്. ആ ഒരു ചേഞ്ച് മൊത്തത്തിലുള്ള UI-ആയിട്ട് മാച്ചാകുന്ന രീതിയിൽ ആപ്പിൾ ഇപ്പം ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് സെക്കൻഡ് വിഷ്വൽ ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് മെനൂസിനകത്ത്, അതായത് കൺട്രോൾ സെൻറ്ററിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോസ് ആപ്ലിക്കേഷനകത്തോ, മ്യൂസിക് ആപ്ലിക്കേഷനകത്തോ, അല്ലെങ്കിൽ ഫോണിൻ്റെ കസ്റ്റമൈസ് ചെയ്യുന്ന UI-ക്കകത്തോ, അവിടെയെല്ലാം നമുക്ക് മെനൂസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെനു ഓപ്പൺ ആയി വരുന്ന ഒരു ആനിമേഷനകത്ത് 26.1ൽ നിന്ന് ഒരു ചേഞ്ച് നമുക്ക് 26.2ൽ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിലെ തേർഡ് ചേഞ്ച് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനിലാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ലോക്ക് സ്ക്രീനിലെ ക്ലോക്കിൻ്റെ വിഡ്ജറ്റിൻ്റെ ട്രാൻസ്പെറൻസി നമുക്കൊരു സ്ലൈഡർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏറ്റവും ബോട്ടം വന്നിട്ടുള്ള ഈ ഒരു പുതിയ സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ക്ലോക്കിൻ്റെ വിഡ്ജറ്റിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി കുറച്ചുകൂടി ഇൻക്രീസ് ആകുന്ന കാണാൻ പറ്റും. അതുപോലെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലോക്കിൻ്റെ വിഡ്ജറ്റിൻ്റെ ആ ഒരു ടിൻറ്റഡ് എഫക്റ്റ് കുറച്ചുകൂടെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് വാൾപേപ്പറിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ക്ലോക്കിൻ്റെ ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിലെ ഫോർത്ത് വിഷ്വൽ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് മെഷർ ആപ്ലിക്കേഷനകത്താണ്. മെഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ 2 സർക്കിൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ ഡിസൈനിലേക്ക് അവരത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു സ്ക്വയറും ഒക്കെ ആ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കാണ്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൽ നമുക്ക് കൂടി ചേരുമ്പോഴുള്ള ഒരു ആനിമേഷനും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നേരെ നമുക്ക് ലെവൽ പിടിച്ച് നോക്കുന്ന ടൈമിൽ വരുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ രസമായിട്ട് ലിക്വിഡ് ഗ്ലാസിൻ്റെ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു അപ്ഡേറ്റിലെ വിഷ്വൽ ചേഞ്ചസിന് ശേഷം പുതിയ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഫീച്ചറായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് റിമൈൻഡർ ആപ്ലിക്കേഷൻ അത് വന്നിരിക്കുന്ന പുതിയ ഫീച്ചറാണ്. സാധാരണ രീതിയിൽ നമുക്ക് റിമൈൻഡർ ആപ്ലിക്കേഷനകത്ത് ഒരു റിമൈൻഡർ സെറ്റ് ചെയ്ത് കഴിയുമ്പം ഐഫോൺ നമ്മളെ ആ റിമൈൻഡർ ട്രിഗർ ചെയ്യുന്ന ഒന്നെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലിലോ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിലോ ഒരു നോട്ടിഫിക്കേഷൻ ഷോ ചെയ്തുകൊണ്ടാണ്. ഇത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ഐഫോൺ ഷോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു മിസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം 26.2ലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു പരിഹാരമായിട്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമൈൻഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ അലാം കൂടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു അലാമിൻ്റെ ഒരു കളർ നമ്മൾ സാധാരണ അലാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബ്ലൂ കളറിലാണ് ഒരു അലാം കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുന്നത്. നിങ്ങൾ ഇനി ഒരു iOS 26.2 അപ്ഡേറ്റിന് ശേഷം ആദ്യമായിട്ട് റിമൈൻഡർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീച്ചേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആപ്പിൾ ഒരു നോട്ട് ആദ്യം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നിങ്ങൾ എനേബിൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് റിമൈൻഡർ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ റിമൈൻഡർ ആപ്ലിക്കേഷനകത്ത് കയറിയിട്ട് ഒരു പുതിയ റിമൈൻഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സപ്പോസ് ഞാനൊരു റീൽ എന്ന് പറഞ്ഞിട്ട് റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തു, അതിൻ്റെ നെയിം കൊടുത്തു, നോട്ട്സും കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് അർജൻറ്റ് എന്ന് പറഞ്ഞിട്ട് അലാം ക്ലോക്കിൻ്റെ ഒരു സിമ്പിളോട് കൂടി ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റും അതേപോലെ ടൈമും സെറ്റ് ചെയ്തിട്ട് ഒരു റിമൈൻഡർ അലാമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിൽ അടുത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് സ്ലീപ്പും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ സ്കോർ ഷോ ചെയ്യുന്നൊരു പരിപാടി നമുക്ക് 26.1ൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. 26.2ലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്കോർ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്ലീപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ ബെറ്റർ ഐഡിയ കിട്ടാനായിട്ട് ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇല്ല, മറ്റൊരു ഫീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് എയർ ഡ്രോപ്പിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നവരെ അറിയാത്തൊരു അല്ലെങ്കിൽ നമ്മൾ ഇന്നവരെ ഫയൽ സെൻഡ് ചെയ്തിട്ടില്ലാത്തൊരു ഫോണിലേക്ക് നമ്മൾ എയർ ഡ്രോപ്പ് വഴി ഫയൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു എവരിവൺ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇനി മുതൽ നമുക്ക് അവർക്ക് സ്ട്രേറ്റ് അവേ ഒരു കോഡ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവർ കോഡ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഫയൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇനി മുതൽ ഈ ഒരു അപ്ഡേറ്റിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന കോൺടാക്റ്റിനകത്ത് ഏറ്റവും താഴെ മാനേജ് നോൺ കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അവിടെ നമുക്ക് 30 ഡേയ്സ് വരെ ഇങ്ങനെ ഷെയർ ചെയ്തേക്കുന്ന കോൺടാക്റ്റുകളെ ഷോ ചെയ്യുന്നതാണ്. ഇനിയിപ്പം പിന്നീട് ഫയൽ നമുക്ക് അവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ ഒരു സിംഗിൾ ടാബിൽ അവർക്ക് പെട്ടെന്ന് ഫയൽസൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർ ആ ഒരു എവരിവൺ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കാതെ തന്നെ നമുക്ക് ഫയൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എനിക്കൊരു ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്തിട്ട് വർക്കായില്ല. കാരണം എനിക്കൊന്ന് 2 ഫോണുകളിലും iOS 26.2 അപ്ഡേറ്റ് ആയെങ്കിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ വർക്കാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം പഴയ ഫോണുകളിൽ ഇനി സപ്പോർട്ട് ആവാതിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനതൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് വർക്കാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ പിന്നീട് ചെയ്യാം. ഈ ഒരു അപ്ഡേറ്റിൽ അടുത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് ആക്സസിബിലിറ്റി ടാബിലാണ്. ആക്സസിബിലിറ്റി ടാബിൽ ഓഡിയോ ആൻഡ് വിഷ്വൽ എന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഏറ്റവും ബോട്ടം സൈഡിൽ ഫ്ലാഷ് ഫോർ അലേർട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഓഫായിട്ടായിരിക്കും വരിക. അതിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ LED ഫ്ലാഷ് ഉപയോഗിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അലേർട്ടാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പുതിയതായിട്ട് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രീൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അലേർട്ടാനുള്ള ഓപ്ഷൻ കൂടെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ അടുത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനകത്താണ്. ഈ ഒരു പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷൻ ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ ആയിരുന്നില്ല. ഈ ഒരു അപ്ഡേറ്റിനകത്ത് ഈ ഒരു ചേഞ്ച് വന്ന കണ്ടുകൊണ്ട് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ മ്യൂസിക് കേൾക്കുന്നതിന് പകരം നമുക്ക് പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ടുകൊണ്ട് പോകാം. ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരുപാട് പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ ഒരു പരിധിവരെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പം ഈ ഒരു അപ്ഡേറ്റിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിനകത്തൊക്കെ സാധാരണ ഇത് ടൈം സ്ലാബ് അനുസരിച്ച് നമുക്ക് ഓരോ കണ്ടൻറ്റുകൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇവിടെയും ടൈം സ്ലാബ് അനുസരിച്ച് ഓരോ എപ്പിസോഡുകൾ ഇങ്ങനെ ഫിംഗർ കൊണ്ട് നമുക്ക് വേണ്ട എപ്പിസോഡുകൾ മാത്രം ഇങ്ങനെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തൊരു ചേഞ്ച് നമുക്ക് വന്നിരിക്കുന്ന ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സോങ്സ് ഓഫ്ലൈനായിട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ലിറിക്സ് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. എൻ്റെ ഫോൺ എയറോപ്ലെയിൻ മോഡിലാണ് ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്ത സോങ് ആണ്. അതിനകത്ത് ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ലിറിക്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പുതിയ അപ്ഡേറ്റിനകത്ത് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് ഒരു എയർ ഡ്രോപ്പിൻ്റെ ഫീച്ചറിനെ പറ്റി സംസാരിച്ചിരുന്നു. എൻ്റെ iPhone 13 ഇപ്പോഴും ആ ഒരു ഫീച്ചർ കിട്ടുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഒഫീഷ്യൽ വേർഷനിലേക്ക് വരുന്ന സമയത്ത് ഇനിയിപ്പം അത് കിട്ടുമോ എന്നറിയത്തില്ല. ഏതായാലും അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഇനിയിപ്പം ഈ ഒരു അപ്ഡേറ്റിലെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് iOS 26.1 കിട്ടിയതിനേക്കാളും കുറച്ചുകൂടെ ഹയർ ബെഞ്ച് മാർക്കാണ് എനിക്ക് ഒരു 26.2 കിട്ടും. അതുകൊണ്ട് തന്നെ ഓൺ പേപ്പർ കുറച്ചും കൂടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഡേ ടു ഡേ ലൈഫിൽ സെയിം പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ബാറ്ററി ലൈഫും അതേപോലെ തന്നെ സെയിം ബാറ്ററി ലൈഫാണ് നമുക്ക് 26.1 പോലെ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പം ഇനി ഒരു അപ്ഡേറ്റിലെ ബഗ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് ആപ്ലിക്കേഷനകത്തും അതേപോലെ തന്നെ മ്യൂസിക് ആപ്ലിക്കേഷനകത്തും ഒരു ആൽബത്തിൽ നിന്ന് കയറിയിട്ട് നമുക്ക് എക്സിറ്റ് ആകുന്ന സമയത്ത് ആ ഒരു ആൽബം അവിടെ ജിഗിൾ ചെയ്ത് ഇങ്ങനെ കളിക്കുന്നതായിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ജിഗിൾ ചെയ്ത് കളിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. ഇത് നമുക്ക് ഫോട്ടോസ് ആപ്ലിക്കേഷനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മ്യൂസിക് ആപ്ലിക്കേഷനകത്തും കാണുന്നുണ്ട്. ആ ഒരു 2 ബഗ്സ് മാത്രമേ ഞാൻ എൻ്റെ iPhone 13 കണ്ടിട്ടുള്ളൂ. എല്ലാ ഫോണുകളിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഡിസംബർ 8 ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ iOS 26.1 അല്ലെങ്കിൽ 26 ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 26.2 ധൈര്യമായിട്ട് ചെയ്യാം. പെർഫോമൻസും കാര്യങ്ങളൊക്കെ 26.1 പോലെ തന്നെയാണ്. കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ കിട്ടുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയും വേണ്ട, നിങ്ങൾക്ക് നേരെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ iOS 18 തന്നെ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ ബാറ്ററി ലൈഫും അതുപോലെ തന്നെ ആ ഒരു പെർഫോമൻസിൻ്റെ പോരായ്മയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 26.1 കുറച്ച് ബെറ്റർ ആയിട്ട് ഒരു ഏകദേശം ഒരു 4.5 മണിക്കൂറിലേക്ക് എൻ്റെ iPhone 13 സ്ക്രീൻ ഉണ്ടെങ്കിൽ കിട്ടി തുടങ്ങിയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. പ്രത്യേകിച്ച് അതിൽ കൂടുതലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ഇപ്പോഴൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങളിപ്പോൾ iOS 18 തന്നെ സ്റ്റേ ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ അപ്ഡേറ്റ് സെക്ഷനിൽ പോയിട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് iOS 26 അപ്ഡേറ്റ് ആയിരിക്കും ടോപ്പ് ഷോ ചെയ്യുക. കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 സെക്യൂരിറ്റി അപ്ഡേറ്റ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് സെലക്ട് ചെയ്ത് അത് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് iOS 18 സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഏതൊരു വേർഷൻ ആണെങ്കിലും iOS 18 26 നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് അതുപോലെ പെർഫോമൻസും ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആകാൻ സഹായിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് അവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ഇനിയിപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിനി അവിടെ സംസാരിക്കാം.